അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൻ്റെയും നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളുടെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. ജീവിതത്തിൽ സന്തോഷവും സങ്കടവും സമ്മിശ്രമായ അവസ്ഥയിലാണ് അള്ളാഹു തആല നമ്മെ ഭൂമിയിൽ നിയോഗിച്ചിട്ടുള്ളത്. സങ്കടം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. പക്ഷെ ഇത് രണ്ടും അള്ള തരുന്നതാണെന്ന തോന്നൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് സാധാരണ ഇല്ലാതെ പോവാണ്. നമ്മൾ ചിന്തിച്ചാൽ പഴയ കാലത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൽ രോഗങ്ങൾ ധാരാളമുണ്ട്. പല തരത്തിലുള്ള രോഗങ്ങൾ. ഒരർത്ഥത്തിൽ നമുക്ക് പഴയ കാലത്തെക്കാളും ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരുപാട് സാങ്കേതികമായും ശാസ്ത്രീയമായും മനുഷ്യൻ ആരോഗ്യരംഗത്ത് മുൻകടന്നിട്ടുണ്ട് എങ്കിലും ശാരീരികമായ അവസ്ഥയിൽ ആരോഗ്യക്കുറവ് കൊണ്ടും അല്ലെങ്കിൽ രോഗങ്ങളുടെ അതിതീവ്രമായ കടന്നുവരൽ കൊണ്ടും മനുഷ്യൻ തകർന്നിരിക്കുകയാണ്. രോഗം സുനിശ്ചിതമാണ്. മനുഷ്യ ജീവിതത്തിൽ രോഗം സുനിശ്ചിതമാണ്. രോഗമില്ലാത്ത ആരും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാവർക്കും രോഗമുണ്ട്. രോഗം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ഖദർ ഖള ആണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗമുള്ള അവസ്ഥ കൂലിയുള്ള അവസ്ഥയാണ്. അതാരും അത്ര കണ്ട് ഗൗരവത്തോടു കൂടെ മാനിക്കുന്നില്ല എന്ന് തോന്നിപ്പോവാ. രോഗമുള്ള അവസ്ഥ കൂലിയുള്ള അവസ്ഥയാണ്. രോഗം അള്ള തന്നതാണ് എന്ന ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ രോഗം അനുഭവിക്കൽ ഒരു ഇബാദത്താണ്. അള്ളാഹു രോഗങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. എന്തെങ്കിലും വിഷമങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അള്ളാഹു അതിന് കൂലി തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമ്മളിന്നിവിടെ സംസാരിക്കുന്ന വിഷയം രോഗിയുടെ നീയത്തിനെ കുറിച്ചാണ്. ഒരു രോഗിയുടെ നീയത്ത് നന്നായി കഴിഞ്ഞാൽ, ആ നീയത്തിൽ ഒന്ന് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ രോഗം നിഷ്പ്രയാസം ഇബാദത്തുമാകും. അതോടുകൂടെ തന്നെ രോഗത്തിന്റെ വലിപ്പം അവന്റെ മനസ്സിൽ തീർക്കുന്ന വിഷമങ്ങളെ ഇല്ലാതാക്കാനും കഴിയും. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മഹാന്മാരുടെ ചില തത്വങ്ങളിലേക്കും ഹദീസുകളിലേക്കും കടന്നു വരാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അൽ മർളു മുറാറത്തും ഫിദ് ദുനിയ വ ഹലാവത്തും ഫിൽ ആഖിറ. രോഗം എന്നത് ദുനിയാവിൽ കയ്പും ആഖിറത്തിൽ മധുരവുമാണ്. രോഗം എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. പല തരത്തിലുള്ള രോഗികളുണ്ട്. നമുക്കൊക്കെ വരുന്ന ദുആ വസിയത്തുകൾ എത്രയോ വേദനിപ്പിക്കുന്ന വസിയത്തുകളാണ്. മഹാന്മാർ പറയുന്നു, രോഗം ദുനിയാവിൽ കയ്പും ആഖിറത്തിൽ മധുരവുമാണ്. ഇന്നൽ ഇബ്തിലാഅ ബിൽ മർദി സുന്നത്തുല്ലാഹിൽ ജാരിയ ഫീ ഖൽഖിഹി. ഒരു മനുഷ്യന് രോഗം വരിക എന്നത് അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. യബ്തലില്ലാഹു ബിഹി അന്നാസ ഉമൂമ അൽ മുഅ്മിന വൽ കാഫിറ. എല്ലാവർക്കും, അള്ളാഹനെ വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും ഒക്കെ രോഗം വരും. ലാ ബുദ്ദ ലിൽ ഇൻസാനി മിൻ അൻ തുസീബഹു അൽ അഖ്ദാർ. അത് റബ്ബിന്റെ ഖദറാണ്, ഖളാ ആണ്, തീരുമാനമാണ്. അത് അനുഭവിക്കുക എന്നത് മനുഷ്യന് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ നീയത്ത് രോഗം വരുന്ന സന്ദർഭത്തിൽ ഇത് അള്ള തന്നതാണെന്നും അള്ളാഹു എന്നെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു എന്ന സന്തോഷവും, അങ്ങനെ ഉണ്ടല്ലോ, റബ്ബ് നമ്മെ ഒരു കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നതിൽ ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ ഒരു തൃപ്തി ഒരു സത്യവിശ്വാസിക്ക് ഉണ്ട് എങ്കിൽ അതുവഴി അവന്റെ പാപം പൊറുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജീവിതത്തെ അല്ലാഹു തആല തന്നിരിക്കുന്നത് തന്നെ ഇങ്ങനെ പരീക്ഷണങ്ങളും രോഗങ്ങളും ഒക്കെ തരാൻ വേണ്ടിയിട്ടാണ്. ആരാണ് നല്ല അമൽ ചെയ്യുന്നവർ എന്ന് ബോധ്യമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം രോഗം ഒരു അമലാണെന്ന്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ജീവിതവും മരണവും അതിൻ്റെ ഇടയിലുള്ള സന്ദർഭങ്ങളും ഒക്കെ ഒരു പരീക്ഷണമാണ്. എന്തിനാണിത്? എന്തിനാണ് പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നല്ല അമലുള്ളവർ എന്ന് ബോധ്യമാവാൻ വേണ്ടി. ആർക്ക് ബോധ്യമാവാൻ? മഹാന്മാരായ മലക്കുകൾക്കാണ് ആ ബോധ്യമാവൽ എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ ആദ്യത്തെ 2 ആയത്താണ് നമ്മൾ ഓതിയത്. അപ്പോൾ ഒരു വലിയ അമലിന്റെ പദവിയിലേക്ക് രോഗങ്ങൾ മാറുകയാണ്.
ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. അൽ-കഹ്ഫിന്റെ 7-ാമത്തെ ആയത്താണിത്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന എല്ലാ അലങ്കാരങ്ങളും ഒരർത്ഥത്തിൽ അല്ലാഹു തആല തന്നിരിക്കുന്ന ഒരു പരീക്ഷണമാണ്. ഏത് അലങ്കാരവും, നല്ല മനോഹരമായൊരു വീട് വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു അലങ്കാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അലങ്കാരമാണ്, നമ്മുടെ വാഹനം അലങ്കാരമാണ്. ഇതൊക്കെ അള്ളാഹ് തന്നിരിക്കുന്ന ഒരു പരീക്ഷണമാണെന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് നന്നാവാൻ തൗഫീഖ് ചെയ്യട്ടെ. പരീക്ഷണങ്ങളിൽ നല്ല അമലുള്ളവർ. എങ്ങനെ അമല് നല്ലതാവാ? നിയ്യത്ത് നന്നാവണം. അപ്പൊ ഒരു രോഗിയുടെ നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ ആ രോഗിക്ക് രോഗം അമലാവുകയാണ്. രോഗിക്ക് സമാധാനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശരിയായ മുഅ്മിനാണെങ്കിൽ, എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, രോഗം ഒരാളിൽ വരില് തന്നെ ഒരു ഖൈറാണത്. രോഗിക്ക് സമാധാനം ഉണ്ടാവാൻ ചിന്തിക്കേണ്ട കാര്യം വഇന്ന മിമ്മാ യബഅസുൽ ഇത്മഇനാനു ഫീ നഫ്സിൽ മരീദി أن يعلم أن في مرضه ثوابا عظيما أراده الله له وأن فيه فوائد كثيرة. അള്ളാഹു തആല തന്നിൽ എന്തൊക്കെയോ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രോഗം വന്നിരിക്കുന്നത്. പടച്ചറബ് ഇതിൽ വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം രോഗം എന്ന് പറയുന്ന ആ അവസ്ഥ ഞാൻ അനുഭവിക്കുക വഴി ആ പ്രതിഫലം നേടാൻ കഴിയുക. പടച്ചോൻ എനിക്ക് കൂലി തരും. അള്ളാഹു എനിക്ക് തന്നത് എന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ രോഗം എനിക്ക് തന്നത്. ഇങ്ങനെ രോഗി അങ്ങോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ രോഗിക്ക് സമാധാനം ഉണ്ടാകും. യഥാർത്ഥത്തിൽ രോഗത്തിന്റെ ചില നേട്ടങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ രോഗമുള്ളവർക്ക് സമാധാനിക്കാൻ കുറെ നേട്ടങ്ങൾ അതിൻ്റെ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തെ നേട്ടം, രോഗം മനുഷ്യനെ സ്ഫുടം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ നന്നാക്കാണ് യഥാർത്ഥത്തിൽ രോഗം. ചിലരുണ്ട് ഒരു അസുഖം വന്ന ശേഷം നന്നാവാറുണ്ട്. ചില വിഷമങ്ങൾ വന്നു കഴിഞ്ഞ ശേഷം സ്വഭാവം നന്നാവാറുണ്ട്. കേട്ടോളൂ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് കണ്ടോളൂ. സൂറത്ത് ശൂറയുടെ 30-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. ഭൂമിയിൽ മുസീബത്ത് വരുന്നത് മനുഷ്യന്റെ കയ്യിലിരിപ്പ് മോശമാവുമ്പോഴാണ്. മനുഷ്യന്റെ പ്രവൃത്തി മോശമാവുമ്പോൾ ഭൂമിയിൽ മുസീബത്ത് ഇറങ്ങുന്നു. അങ്ങനെ മുസീബത്ത് അത് സ്വന്തം ജീവിതത്തിലാവാം, സമൂഹത്തിലാവാം, സമുദായത്തിലാവാം, എവിടെയും മുസീബത്തുകൾ വരും. മുസീബത്ത് വരിക വഴി വയഅഫു അൻ കസീർ, ധാരാളം കാര്യങ്ങൾ അള്ളാഹു വിട്ടുവീഴ്ചയും മാപ്പും ചെയ്യും. ഒരുപാട് പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയുടെ ആയത്തിൽ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് രോഗം വരുമ്പോൾ നമ്മുടെ പാപം പൊറുക്കുമെന്ന് ഖുർആനും അതുപോലെ തന്നെ ധാരാളം ഹദീസുകളും പറയുന്നുണ്ട്. ഒരു രോഗം വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന എന്താണെന്നറിയോ? ഫഇദാ ഉസീബൽ അബ്ദു ഫലാ യഖുൽ മിൻ ഐന ഹാദാ, ഓ എനിക്ക് എങ്ങനെ ഈ രോഗം വന്നത്, വലാ മിൻ ഐന അത്താ ഹാദൽ മർദ്, എനിക്ക് അങ്ങനെ രോഗം വരേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിസ്കാരമുള്ള ആളല്ലേ. എന്തിനാ എൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കുന്നത്? അള്ളാഹു എനിക്ക് രോഗം തരേണ്ടത് എന്തിനാ? ഞാൻ ഇത്രയും നിസ്കരിച്ചിട്ടും, ഞാൻ ഇത്രയും ദാനധർമ്മം ചെയ്തിട്ടും, ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് എന്തിനാണ് എൻ്റെ റബ്ബ് ഇങ്ങനെ രോഗം തരുന്നത് എന്ന് പറയാനേ പാടില്ല എന്ന മഹാന്മാർ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, സ്വഹീഹുൽ ബുഖാരി, മാ യുസീബുൽ മുഅ്മിന മിൻ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ ഹത്താ ശൗക യുസാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻ ഖതായാ. സ്വഹീഹുൽ ബുഖാരി. റസൂലുള്ളാഹി പറയാണ്, ഒരു മൂമിനായ മനുഷ്യന് വരുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അല്ലാഹ് തന്നതാണെന്ന ചിന്ത ഉണ്ട് എങ്കിൽ കാലിൽ മുള്ള് തറച്ചപ്പോൾ അനുഭവിച്ച വേദനയ്ക്ക് പോലും അള്ളാഹു കൂലി നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗം വന്നാൽ പാപം പൊറുക്കലാണ്. അടുത്തൊരു ഹദീസ് കണ്ടോളാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഹദീസ് പറയുന്നുണ്ട്, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹു വ മാ അലൈഹി ഖതിയാ. മുഅ്മിനായ ആണിനും പെണ്ണിനും അല്ലാഹു വിഷമങ്ങളും പ്രയാസങ്ങളും നൽകും.
അത് ചിലപ്പോൾ ശരീരം വേദനയോ രോഗങ്ങളോ ആയിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയമായിരിക്കും. അള്ളാഹു മൂമിനായ ആണിനെയും പെണ്ണിനെയും പരീക്ഷിക്കും. റബ്ബിന്റെ മുന്നിൽ നാളെ ചെന്ന് നിൽക്കുമ്പോൾ ഭൂമിയിൽ ഈ വിഷമങ്ങൾ അനുഭവിച്ച ആണും പെണ്ണും ഒരു പാപവുമില്ലാത്തവൻ എന്ന പദവിയിലായിരിക്കും റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം തുർമുദിയുടെ ജാമിഉൽ ഈ ഹദീസ് കാണാൻ കഴിയും. മറ്റൊരു ഹദീസ് കണ്ടോളൂ. മഹാന്മാരായ സലഫു സാലിഹീങ്ങൾ പറയാറുണ്ട്, ലൗലാ മസായിബുദ് ദുനിയാ ലവറദനാ അൽ ഖിയാമത മഫാലിസ. ഈ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ അള്ളാന്റെ മുന്നിൽ ഒന്നുമില്ലാത്തവനെ പോലെ പോയി നിൽക്കേണ്ടി വരില്ല. രോഗവും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലാത്തവനെ പോലെ പോയി നിൽക്കണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരന്മാരെ, ഒരു ഡയാലിസിസ് രോഗിയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഒരു കിഡ്നി രോഗി എത്ര അനുഭവിക്കുക. അദ്ദേഹത്തിൻ്റെ ഒക്കെ മനസ്സിൽ എത്രയായിരിക്കും പടച്ചവനെ ചിന്താഗതികൾ. ജീവിക്കും എന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത ക്യാൻസർ രോഗികൾ, അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ മനുഷ്യന് വരുമ്പോൾ പടച്ചോൻ തന്നതായത് ഇതിന് ഞാൻ ഈ അനുഭവിക്കുന്ന വേദനയ്ക്ക് അള്ളാഹ് കൂലി തരുന്ന ഒരു ചിന്ത കണ്ട് ആ ഒരു നെയ്യത്ത് മനസ്സിലേക്ക് വന്നാൽ ഏത് രോഗത്തിനും കൂലിയാ. ഈ ഒരു നെയ്യത്ത് മനസ്സിലേക്ക് വന്നാൽ അള്ളാഹ് തന്നതാ, ഇതിന് റബ്ബന്റെ പാപം പൊറുക്കും, ഇതിന് റബ്ബെനിക്ക് കൂലി തരും എന്ന ഒരു നെയ്യത്ത് മനസ്സിലേക്ക് വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഏതായാലും വിശദീകരിക്കുന്നില്ല. രോഗം വന്നു കഴിഞ്ഞാൽ രോഗത്തിന്റെ മറ്റൊരു നേട്ടമാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളവനാവാൻ ഒരവസരമാണ് രോഗം. അള്ളാഹു അവനോട് കൂടുതൽ അടുക്കുകയും ചെയ്യും. റബ്ബുമായുള്ള അടുപ്പം കൂടുതൽ ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് രോഗമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഏറ്റവും അടുപ്പം നമുക്ക് കിട്ടുകയാണ്. വമിൻ ഫവായിദിൽ മർളി ഖുർബുൽ മരീളി മിനല്ലാഹി അസ്സ വജല്ല വഖുർബുല്ലാഹി മിനൽ മരീളി വഹാദാ ഖുർബുൻ ഖാസ്. രോഗമുള്ളപ്പോൾ അള്ളാഹുവോട് നമുക്കൊരു അടുപ്പമുണ്ടാവാണ്. പടച്ചവനെ എന്ന് 10 പ്രാവശ്യം വിളിച്ചാൽ നല്ല അടുപ്പം വരും. ആ അടുപ്പം ഒരു പ്രത്യേക അടുപ്പം, അതല്ലാത്തപ്പോൾ കിട്ടൂല അടുപ്പം എന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. കേട്ടോളൂ, അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം സ്വഹീഹ് മുസ്ലിം, ഒരു ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ അങ്ങ് വിളിക്കും, എന്നിട്ട് ചോദിക്കും, മരിദതു ലിമ തഉദുനി. എടോ, എനിക്ക് രോഗം ബാധിച്ചിരുന്നു ഭൂമിയിൽ. ആര് പറയാണ്? അല്ല പറയും. ഒരു മനുഷ്യനെ ഖിയാമത്ത് നാളിൽ ഇങ്ങ് വിളിക്കും. വിളിച്ചിട്ട് ഹിസാബിന്റെ നേരത്തെ ആ മനുഷ്യനോട് അല്ല പറയും, എടോ എനിക്ക് ഭൂമിയിൽ ഒരു രോഗം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്താ എന്റെ രോഗം സന്ദർശിക്കാൻ നീ വരാതിരുന്നെന്ന്. ഭൂമിയിൽ ജീവിച്ചു പോയൊരു മനുഷ്യനെ അള്ളാഹു വിളിച്ചിട്ട് വിചാരണ ചെയ്യും. അള്ളാഹ് പറയുന്നത് എന്താ? അള്ളാഹുവിന് ഭൂമിയിൽ ഒരു രോഗം ഉണ്ടായിരുന്നു, ആ രോഗമുള്ളപ്പോ നീ എന്താടാ എന്നെ കാണാൻ വരാതിരുന്നെന്ന് അള്ളാഹ് ചോദിക്കും. അള്ളാഹ്ക്ക് രോഗോ? അള്ളാഹുവിന് ഭൂമിയിൽ രോഗോ? ഈ മനുഷ്യൻ ചോദിക്കും, പടച്ചോനെ യാ റബ്ബി കൈഫ അഊദുക. അള്ളാഹുവേ, നിനക്ക് ഭൂമിയിൽ വെച്ച് രോഗം വന്നു എന്നോ, നീ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നോ, നിനക്ക് രോഗം വരുമെന്നോ ഞാൻ എങ്ങനെയാ റബ്ബേ ഞാൻ നിന്നെ രോഗസന്ദർശനം നടത്താ? നിനക്ക് രോഗം വരുമോ? നീ ഭൂമിയിൽ ഉണ്ടാകുമോ? അള്ളാഹു പറയും അമാ അലിംത അന്ന അബ്ദി ഫുലാന മരിള ഫലം തഅദുഹു. എന്റെ ഒരു പ്രിയപ്പെട്ട അടിമയ്ക്ക് രോഗമുണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അള്ളാഹ്ക്ക് രോഗം ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ ഒരു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് രോഗം അള്ളാഹു കൊടുത്തിരുന്നു. ആ രോഗി അള്ളാഹ്ക്ക് ഇഷ്ടമാണല്ലോ. രോഗിയായ എൻ്റെ അടിമയെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ അടിമയ്ക്ക് രോഗമുണ്ടായിരുന്നു. ആ അടിമയെ സന്ദർശിക്കാൻ ഒരിക്കൽ പോലും നീ വന്നു കണ്ടില്ലല്ലോ. നീ അവിടെ വന്നിരുന്നുവെങ്കിൽ ഞാൻ അവിടെ ഉണ്ട്. എന്നെ സന്ദർശിക്കും പോലെയാണ് ഒരു രോഗിയുടെ അടുക്കൽ നീ സന്ദർശനം നടത്താ എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമേ സ്വഹീഹ് മുസ്ലിം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സന്ദർശിക്കില്ല, എന്നെ രോഗം സന്ദർശിക്കില്ല. എൻ്റെ അടിമയ്ക്ക് രോഗമുള്ളപ്പോൾ അടിമയെ സന്ദർശിച്ചാൽ ഈ പരിഗണനയാണെന്ന് അള്ളാഹു അറിയിക്കുക. ഏതായാലും പടച്ചോന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് രോഗങ്ങളും വിഷമങ്ങളൊക്കെ നേരത്തെ ഭൂമിയിലേക്ക് തന്നേക്കും. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ അംസക ഇൻദഹു ബിദംബിഹി ഹത്താ യുവാഫിയ
ബിഹി യൗമൽ ഖിയാമ. നമുക്ക് രോഗവും വിഷമം വരുന്നത് അള്ളാഹു നമുക്ക് ഖൈറ് ഉദ്ദേശിച്ചതുകൊണ്ടാണ്. ആഖിറത്തിലേക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമുക്ക് രോഗം തരുന്നത്. രോഗത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. രോഗമുണ്ട് എങ്കിൽ ആ അവസ്ഥക്ക് കിട്ടുന്ന മറ്റൊരു നേട്ടം, നമുക്ക് ഈ രോഗമുള്ള അവസ്ഥ ദുആക്ക് ഇജാബത്തുള്ള അവസ്ഥയാണ്. രോഗമുള്ള അവസ്ഥ ദുആക്ക് ഇജാബത്തുള്ള അവസ്ഥയാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, രോഗം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗി ദുആ എന്ന പെട്ടെന്ന് ഉത്തരവുണ്ട്. രോഗസന്ദർശനത്തിന്റെ അദബ് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം, ഒരു രോഗിയെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ആ രോഗിയോട് നമ്മൾ അങ്ങോട്ട് പറയണം, എനിക്ക് വേണ്ടി ദ്വാരക്കണോട്ടോ, എൻ്റെ മോളുടെ കാര്യം ശരിയാവാൻ്റെ നിങ്ങൾ ദ്വാരുന്ന ഉത്തരവുള്ള സമയമാണ്. എത്രയും പെട്ടെന്ന് രോഗസന്ദർശനം നടത്തി വേഗം പോണെന്ന. അവിടെ ചെന്ന് കൂടുതലൊന്നും സംസാരിക്കാൻ പാടില്ല. രോഗിക്ക് ആശ്വാസം കിട്ടുന്ന വർത്താനം 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പൊ കുറവുണ്ടല്ലോ, ഇത് ഇന്നാൾ മറ്റൊരാൾക്ക് വന്നിട്ട് പെട്ടെന്ന് മാറിയ അസുഖമല്ല, ഇത് ഒരാഴ്ച കഴിഞ്ഞ് മാറും, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ പ്രതീക്ഷകൾ കൊടുത്തിട്ട് അവനോട് പറയണം, എടാ നിനക്കൊരു രോഗമല്ലേ, രോഗം ഉള്ളപ്പോൾ അള്ളാഹുവോട് ദ്വാരുന്ന ഉത്തരവുണ്ട് കേട്ടോ, നീ എനിക്കും വേണ്ടി ദ്വാരക്കണം, അള്ളാഹു നിനക്കും രോഗം മാറ്റിത്തരാൻ വേണ്ടി ഞാനും ദ്വാരക്കാം എന്ന് പറഞ്ഞ് രോഗിയോട് ദ്വാരക്കാൻ അങ്ങോട്ട് പറയണമെന്നാണ്. അപ്പൊ നമുക്ക് ഒരു രോഗം അല്ലാഹു തന്നാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും ഖൈറും ഒക്കെ ഉണ്ടെന്നാണ്. അതിന്റെ കൂടെ നമുക്ക് ദുആക്ക് ഇജാബത്തുള്ള ഒരു പദവി കിട്ടി എന്നാണ് അതിനർത്ഥം. സബ്അത്തുൻ ലം യറുദ്ദല്ലാഹു ദഅവതഹും മദ്ലൂമു വാലിദു ദൂ സൗമിൻ വദൂ മറളി വദഅവതുൽ ലിഅഖിൻ ബിൽ ഗൈബി സുമ്മ നബി ലിഉമ്മത്തിൻ സുമ്മ ദൂ ഒരു മനോഹരമായ കവിത മഹാന്മാരായ സൂഫിയാക്കൾ പാടിത്തന്നതാണ്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാർ നമ്മോട് പറയുന്നു, ഒരു മനുഷ്യന് രോഗം വന്നാൽ ദുആക്ക് ഇജാബത്തുണ്ടെന്നല്ലേ. എന്നാൽ കേട്ടോളൂ, 7 വിഭാഗത്തിന്റെ ദുആ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയൂല. 7 വിഭാഗത്തിന്റെ ദുആ അല്ലാഹു ഒരിക്കലും തട്ടിക്കളയൂല. അതിൽ ഒന്നാമത്തെ വിഭാഗം വിഷമം തട്ടിയവനാണ്, അക്രമം ഏറ്റവനാണ്, പ്രയാസപ്പെടുത്തപ്പെട്ടവനാണ്. നാം കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന ഉണ്ടായവൻ പോയി ദ്വാരന്നാൽ ഉത്തരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആള് വാപ്പയാണ്, ഉമ്മയാണ്. മക്കൾക്ക് വേണ്ടി ദ്വാരന്നാൽ ഉത്തരമുണ്ട്. അപ്പൊ ചിന്തിക്കണേ, ഒരു വിഷമം തട്ടിയ വാപ്പ മക്കൾക്ക് എതിരെ ദ്വാരുന്ന 2 പദവിയാ. ഒന്ന്, വിഷമം തട്ടിയ ആളുടെ ദ്വാക്ക്, പ്രയാസമുണ്ടായ ആളുടെ ദ്വാക്ക് ഉത്തരവുണ്ടെന്നുള്ള പദവിയും, വാപ്പാടെ ദ്വാ മക്കൾക്ക് സംഭവിക്കും എന്ന പദവിയും. ഈ 2 ഡബിളാണ് വാപ്പായുമായും വിഷമിച്ച് ദ്വാരുന്നു കഴിഞ്ഞാൽ. അപ്പൊ മക്കളാൽ വാപ്പായുമായും വിഷമിക്കാൻ പാടില്ല. അപ്പൊ രണ്ടാമത്തെ ആള് ദ്വാക്ക് വേഗം ഇജാബത്തുള്ള രണ്ടാമത്തെ ആള് വാപ്പായും ഉമ്മായും മക്കൾക്ക് ദുആ ചെയ്യുന്ന അവസ്ഥയാണ്. മൂന്നാമത്തെ ആള് നോമ്പുകാരനാണ്, റമദാനിലെ ശരിയായ നോമ്പെടുക്കുന്ന ആൾക്ക് ദുആക്ക് ഇജാബത്തുണ്ട്. 4-മത്തെ ആള് രോഗിയാണ്. 5-മത്തെ ആള് അസാന്നിധ്യത്തിൽ തൻ്റെ സഹോദരനെ, അവനെ ബോധിപ്പിക്കാനല്ല, തൻ്റെ സഹോദരന് വേണ്ടിയിട്ട് അയാളുടെ അസാന്നിധ്യത്തിൽ ഇരുന്ന് ദ്വാരക്കുന്നവനാണ്. പിന്നെ പറയുന്നത് ഒരു നബി ആ നബിയുടെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ദുആയാണ്. അപ്പൊ ആ പദവിയിലാണ് ഈ ദുആയൊക്കെ, രോഗിയുടെ ദുആയൊക്കെ. ഒരു നബി തന്റെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ദുആ. പിന്നെ യഥാർത്ഥ ഹജ്ജ് കബൂലായ ആളുടെ ദുആ. ഇങ്ങനെ 7 വിഭാഗത്തിന്റെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതിൽ നമ്മുടെ ചർച്ച രോഗിയുടെ ദുആക്ക് ഇജാബത്ത. അപ്പൊ ഒരു രോഗം കൊണ്ടുണ്ടാകുന്ന നേട്ടത്തിൽപ്പെട്ടതാണ് രോഗിയുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും എന്നുള്ളത്. അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ തെളിവും കൂടിയാണ് ഒരു രോഗമുണ്ടാവുക. പടച്ചോനെ എന്നെ ഇഷ്ടമാണ് എന്നതിന്റെ തെളിവ് എന്താണെന്നറിയോ? അള്ളാഹു എനിക്കൊരു രോഗം തന്നു എന്നാ. കാലുവേദന എത്ര കാലമായി മാറാത്തവര്, തണ്ടല് വേദന, നടുവേദന എത്ര കാലമായി മാറാത്തവര്, കിഡ്നി രോഗികൾ, എത്രയോ രോഗികൾ ദ്വാരക്കാൻ പറഞ്ഞ് നമ്മുടെ അടുത്ത് എഴുതി അറിയിച്ചിരിക്കുന്നു. കമന്റിലും വാട്സാപ്പിലും ഒക്കെയായി. അള്ളാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ. കേട്ടോളൂ, അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് രോഗം തന്നത്. രോഗം തരുന്നത് അവനല്ലേ. അള്ളാഹുവിന് സ്നേഹമുണ്ട് എന്നതിന്റെ തെളിവാണ് രോഗം. അന്നഹു ദലീലുൻ അലാ മഹബ്ബത്തില്ലാഹി അസ്സ വജല്ല വ അന്നല്ലാഹു യുരീദു ബിൽ മരീദിൽ ഖൈറാ. ഒരു രോഗിക്ക് അള്ളാഹു ഖൈറും
അള്ളാഹുവിന്റെ സ്നേഹവും ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ രോഗിയുടെ ജീവിതത്തിൽ അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് അവന് രോഗമുണ്ട് എന്ന അവസ്ഥയാണ്. കണ്ടോളൂ ഒരു ഹദീസ്. അൻ മഹ്മൂദ് ബിൻ ലബീദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. റസൂലുള്ളാഹി പറയുന്നു, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ ഇബ്തലാഹും. അല്ലാഹു ഒരു ജനതയ്ക്ക്, ഒരു സമൂഹത്തിന്, ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഖൈർ അല്ലാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, റബ്ബിന്റെ സ്നേഹം അവരോട് ഉണ്ട് എങ്കിൽ എന്തെങ്കിലും വിഷമം വരും. അപ്പൊ ക്ഷമിക്കണം, അല്ലാഹ് തന്നതാണെന്ന് തോന്നൽ വേണം. ഫലഹു അസ്സബ്ർ. ക്ഷമിച്ചാൽ അതിന്റെ ഗുണം കാണാം. അടുത്ത് തന്നെ രോഗം വന്നാൽ, വിഷമം വന്നാൽ അള്ളാന്റെ സ്നേഹമാണത്. വ്യാകുല ചിത്ത കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗം കൊണ്ട് നമുക്ക് അമലിന്റെ കൂലി കിട്ടൂല. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു. ഒരാൾക്ക് അള്ളാഹു വല്ല ഖൈറും ഉദ്ദേശിച്ചാൽ പടച്ചോന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മുസീബത്ത് അനുഭവിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടച്ചോൻ നമ്മുടെ രോഗം വന്ന അന്നത്തെ കാലത്തെ അവസ്ഥക്കൊക്കെ കൂലി തരട്ടെ. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള രോഗികൾക്കും അർഹമായ പരിഗണന നൽകട്ടെ. രോഗം പാപം പൊറുക്കുന്ന അവസ്ഥയിൽ ആണെന്ന് പറഞ്ഞ ആ അവസ്ഥ അള്ളാഹു തരട്ടെ. രോഗം കൂലി കിട്ടുന്ന അമലാണെന്ന് പറഞ്ഞ അവസ്ഥയിൽ അള്ളാഹു നമുക്ക് രോഗത്തിന് കൂലി തരട്ടെ. അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നീ നോക്കിക്കോളൂ, ഒരു രോഗി എന്ന് പറയുന്നത് അള്ളാഹ് പരിഗണിച്ച ഒരാളാ. അതുകൊണ്ട് രോഗി എന്തെങ്കിലും ഒന്നും പറയാൻ പാടില്ല. രോഗം എന്ന് പറഞ്ഞാൽ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രോഗം രോഗം തന്നെയാണ്. അള്ളാഹു പരിഗണിച്ച വ്യക്തിയാണ് ഒരു രോഗി. അതുകൊണ്ട് ഈ രോഗിയുടെ വർത്താനത്തിനൊക്കെ അള്ളാഹ് പരിഗണിച്ച ആള് എന്ന നിലയിലുള്ള ഒരു പക്വതയും ഒരു നിലവാരവും വേണമെന്ന് പഠിപ്പിക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗി എന്തെങ്കിലും വർത്താനൊന്നും പറയുന്ന ആളാവാൻ പാടില്ല. കേട്ടോളൂ, ഇമാം മാലിക്കിന്റെ മുഅത്തയിൽ ഹദീസ് ഉണ്ട്. അൻ അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് പറയുന്നു, ഇദാ മരിദൽ അബ്ദു ബഅസല്ലാഹു ഇലൈഹി മലക്കൈൻ. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ 2 മലക്കിനെ അള്ളാഹു അവന്റെ മുന്നിലേക്ക് പറഞ്ഞേക്കും. എന്നിട്ടോ ആ മലക്കുകൾ അവന്റെ അടുക്കൽ വരും. എന്നിട്ടോ മലക്കുകൾ അവനെ നിരീക്ഷിക്കുകയാണ്. ഫയഖൂലുന ഉൻദുറാ മാദാ യഖൂലു ലിഇവാദിഹി. ഈ 2 മലക്ക് നിരീക്ഷിക്കാണ്. നമുക്കൊരു രോഗം വന്ന് നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ നമ്മെ പലരും കാണാൻ വരുന്നുണ്ട്. നമ്മെ പലരും കാണാൻ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. രോഗിയായ മനുഷ്യനെ കാണാൻ വരുന്നവരോട് ഈ രോഗി എന്ത് തരം വർത്തമാനമാണ് പറയുന്നതെന്ന് വീക്ഷിക്കാനും നിരീക്ഷിക്കാനും വേണ്ടി 2 മലക്കിനെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നുകൂടി പറയാം, രോഗിയെ കാണാൻ വരുന്നവരോട് രോഗസംബന്ധമായി എന്തൊക്കെ വർത്തമാനമാണ് പറയുന്നതെന്ന് നിരീക്ഷിക്കാൻ 2 മലക്കിനെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് രോഗമുള്ളവർ രോഗത്തെ അങ്ങ് ദുഷിച്ച് പറയല്ലേ. രോഗത്തെ ദുഷിച്ച് പറയാൻ പാടില്ല. അത് അള്ളാന്റെ ഖദാ ആണ്, ഖദറാണ്. വന്നവരോടൊക്കെ രോഗത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ ഇടങ്ങേറാക്കി. എനിക്കൊരു തലവേദന വന്ന് ഞാൻ ആകെ ഇടങ്ങേറായി. ഒരു വൃത്തികെട്ട വയറുവേദന എത്ര കാലമായി. പറയാനേ പാടില്ല. നമുക്ക് രോഗമുള്ളപ്പോ നമ്മെ നിരീക്ഷിക്കാൻ നമ്മുടെ മുന്നിൽ വരുന്നവരോട് ഏത് തരത്തിലുള്ള വർത്തമാനമാണ് നമ്മൾ പറയുന്നതെന്ന് വിലയിരുത്താൻ 2 മലക്ക് വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ ഹുവ ഇദാ ജാഊഹു ഹമിദല്ലാഹ റഫഅ ദാലിക ഇലല്ലാഹി അസ്സ വജല്ല വഹുവ അലം. രോഗിയെ കാണാൻ വന്നവർ ചോദിച്ചു, അല്ല സഹോദരാ, നിനക്ക് രോഗം വന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാഹ്, എനിക്ക് രോഗം കുറവുണ്ട്. അൽഹംദുലില്ലാഹ്. ഇതിലൊക്കെ എത്രയോ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യന്മാരെത്രണ്ട്, എനിക്കൊന്നുമില്ലല്ലോ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ റബ്ബിനെ സ്തുതിച്ച് പറയുന്ന രോഗിയാണ് എങ്കിൽ, റബ്ബിനെ സ്തുതിച്ചുള്ള വർത്തമാനമാണ് തന്നെ കാണാൻ വന്നവരോട് രോഗി പറയുന്നത് എങ്കിൽ, ആ രോഗി പറയുന്ന അൽഹംദുലില്ലാഹ് എന്ന പദത്തെ ഈ 2 മഹാന്മാരായ മലക്കുകൾ റബ്ബിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹു ഈ മലക്കുകളോട് പറയും, എന്റെ അടിമ ആ ഹംദ് പറഞ്ഞതിന്റെ പേരിൽ അവനെങ്ങാനും ഈ രോഗത്തിലാണ് മരിക്കുന്നത് എങ്കിൽ ഉറപ്പിച്ചോ മലക്കുകളെ, അൻ ഉദ്ഖിലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം ഉറപ്പിച്ചിട്ടുണ്ട് മലക്കുകളെ. അല്ലാഹുവേ പടച്ചോന്റെ ഒരു പണി നോക്കണേ. രോഗിയെ നിരീക്ഷിക്കാൻ 2 മലക്ക്. രോഗിയെ എങ്ങനെ നിരീക്ഷിക്കാൻ? അള്ളാഹുവിനോട് ഈ രോഗം വന്ന ശേഷം അവന് തൃപ്തിയാണോ എന്ന് നിരീക്ഷിക്കാൻ. തൃപ്തിയാണ്, അവൻ അൽഹംദുലില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരു അൽഹംദുലില്ല കൊണ്ട് സ്വർഗം കിട്ടുന്ന രോഗിയാണവൻ. ഒരു അൽഹംദുലില്ല എന്ന ദിക്ർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഈ രോഗിക്ക് സ്വർഗമാ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇനി രോഗി എങ്ങാനും മോശമായ വർത്തമാനമാണ് പറയുന്നത് എങ്കിൽ അള്ളാഹു അതനുസരിച്ച് കൈകാര്യം ചെയ്യും. ഈ രോഗിയുടെ രോഗം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തതാണെന്ന ഓർമ്മയിൽ അൽഹംദുലില്ല പറഞ്ഞുകൊണ്ട് സന്ദർശകരോട് മറുപടി പറഞ്ഞ ഈ രോഗിയുണ്ടല്ലോ, ആ രോഗിയുടെ രോഗം മാറിക്കഴിഞ്ഞ് അവൻ സുഖം പ്രാപിക്കണമെന്ന ഉദ്ദേശമുണ്ട് എങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന് കഴിഞ്ഞ കാലത്ത് കൊടുത്തതിനേക്കാളും നല്ല ആരോഗ്യം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം മാലിക്കിന്റെ മുഅത്തയിലെ ഹദീസ് കാണാം. അങ്ങനെയാണ് അൽഹംദുലില്ലാ എന്ന ഒരൊറ്റ ദിക്ർ പറയലോടുകൂടെ തന്നെ ഒരു രോഗിക്ക് അള്ളാഹു സ്വർഗം ഉറപ്പിക്കുക. രോഗം ഏതുമായാലും ആ രോഗമുള്ള സമയത്ത് ഈ അൽഹംദുലില്ലാ എന്ന ദിക്ർ സന്ദർശകരുടെ മുന്നിൽ ഒരു പ്രാവശ്യം മനസ്സിൽ തട്ടി അങ്ങോട്ട് പറയാ, എൻ്റെ റബ്ബ് എനിക്ക് തന്നതിൽ എനിക്ക് തൃപ്തിയാടോ, അൽഹംദുലില്ലാ. അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി ആ ദിക്ർ. അപ്പോഴേക്കും മലക്കുകൾ അത് അവിടെ കൊണ്ടുപോയി കാണിക്കും. അള്ളാഹു അതിൻ്റെ പേരിൽ സ്വർഗം കൊടുക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വെറുതെ പറയല്ല, ഇമാം മാലിക്കിന്റെ മുഅത്തയിൽ ധാരാളം ഹദീസിന്റെ കിതാബുകളിലൊക്കെ ഇത് കാണുന്നതാണ്. സ്വഹീഹായ ഹദീസാണ്. ഇനി കണ്ടോളൂ, ഇങ്ങനെ രോഗിക്ക് മഹത്വം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ, രോഗമില്ലാത്ത അവസ്ഥ ഒരു മഹത്തായിട്ട് കാണണ്ട. റസൂലുള്ളാഹി പറയുന്നുണ്ട്, മഹ്ശറയിൽ കുറെ ആളുകൾ വരും. ആ ആളുകളുടെ ആഗ്രഹം എന്താണെന്ന് പറയും, മഹ്ശറയിൽ വെച്ച് അവർ ആഗ്രഹിക്കും. ഹബീബ് പറയുന്ന ഇമാം തുർമുദിയുടെ സുനൻ ജാമിഉൽ കാണാം ഹദീസ് عن جابر بن عبد الله رضي الله عنه قال رسول الله صلى الله عليه وسلم يود أهل العافية يوم القيامة حين يعطى أهل البلاء الثواب. ഭൂമിയിൽ രോഗങ്ങളൊന്നുമില്ലാതെ ജീവിച്ച മനുഷ്യന്മാര് നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഭൂമിയിലെ രോഗികളായി കഴിഞ്ഞ, മരുന്നും കൂമ്പാരത്തിന്റെ കൂടെ ഗുളിക കൂമ്പാരത്തിന്റെ കൂടെ കഴിഞ്ഞ ഭൂമിയിലെ രോഗികൾ ആഖിറത്തിൽ പ്രതിഫലം വാങ്ങുന്നത് ഭൂമിയിൽ രോഗമില്ലാത്തവൻ ആഖിറത്തിൽ വെച്ച് കാണാണ്. അപ്പൊ അവൻ ആഗ്രഹിക്കും, പടച്ചോനെ ഭൂമിയിൽ രോഗമില്ലായിരുന്നല്ലോ എനിക്ക്, എൻ്റെ തൊലിയെങ്ങാനും മുറിച്ച് കളയുന്ന ഒരു കത്രിക കൊണ്ട് എനിക്കൊരു വേദന ഭൂമിയിൽ കിട്ടിയിരുന്നുവെങ്കിൽ, അല്ലാ ഞാൻ രോഗമില്ലെങ്കിലും കത്രിക കൊണ്ട് കയ്യും കാലും മുറിച്ച് കളയുന്ന ഒരവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ വേദന തിന്നിട്ടാണെങ്കിലും ഇന്ന് ഇവർ വാങ്ങുന്ന പ്രതിഫലം എനിക്ക് വാങ്ങാമല്ലോ അല്ലാ എന്ന് ആഗ്രഹിച്ചു പറയുമെന്ന് ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഞാൻ പറഞ്ഞു രോഗിയെ സന്ദർശിക്കാൻ വരുന്ന ആളുകളുടെ മുന്നിൽ രോഗി ഏത് വർത്തമാനമാണ് പറയുന്നതെന്ന് നിരീക്ഷിക്കാൻ 2 മലക്കുകൾ വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ രോഗി അൽഹംദുലില്ലാ എന്ന ദിക്ർ ഒരു വട്ടം ചൊല്ലി രോഗസന്ദർശനത്തിന് വന്നവരുടെ മുന്നിൽ അള്ളാഹിനെ പറ്റി നല്ലോണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആ ദിക്ർ മാത്രം പരിഗണിച്ചതിന്റെ പേരിൽ, ഒരേ ഒരു ദിക്ർ പരിഗണിച്ചതിന്റെ പേരിൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി കേട്ടോളൂ, ആ ഒരു ദിക്ർ കേൾക്കാൻ അള്ളാഹുവിന് ഇഷ്ടമാ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഹദീസ് കാണാം, അള്ളാഹു ഒരു രോഗിയുടെ വായിൽ നിന്നും അൽഹംദുലില്ലാ എന്ന ദിക്ർ ഒരു വട്ടം കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രോഗമുള്ളവർ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ് അൽഹംദുലില്ലാ. രോഗമുള്ളവരും അല്ലാത്തവർക്കും വർദ്ധിപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ദിക്ർ ചൊല്ലുക വഴി സ്വർഗം കിട്ടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലാഹു അൻ നബി ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ ലിൽ മലായികതി തലിഖു ഇലാ അബ്ദി ഫസുബ്ബു അലൈഹിൽ ബലാഅ സബ്ബ ഫയഹ്മദുല്ലാഹ് فيرجعون فيقولون صببنا عليه البلاء صبا كما أمرتنا فيقول ارجعوا فإني أحب أن أسمع صوته سيدنا رسول الله. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഈ ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്, അല്ലാഹു അവന്റെ ഒരു വിഭാഗം മലക്കുകളെ വിളിക്കും, എന്നിട്ട് പറയും, മലക്കുകളെ ഭൂമിയിൽ ചെന്നിട്ട് ഇന്നാലിന്ന വീട്ടിൽ ഇന്ന ആൾക്ക്, ഇന്നാലിന്ന വീട്ടിൽ ഇന്ന ആൾക്ക്, അങ്ങനെ അള്ളാഹു തെരഞ്ഞെടുത്ത കുറെ ആളുകളുണ്ട്, അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ബലാ മുസീബത്തുകളും രോഗങ്ങളും ചൊരിഞ്ഞിടണേ, ചൊരിഞ്ഞിടണേ, ചൊരിഞ്ഞിടണേ. ഒന്നിന് പുറമെ ഒന്നായി രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഭൂമിയിൽ നിങ്ങൾ ഒരു കുടുംബത്തിൽ ഇന്നാലിന്ന ആൾക്ക് നിങ്ങൾ എത്തിക്കണേ. അങ്ങനെ മലക്കുകൾ ഭൂമിയിൽ വരും. ഫയസുബ്ബു അലൈഹിൽ ബലാഅ സബ്ബാ. അള്ളാഹു പറഞ്ഞത് അനുസരിച്ച് മലക്കുകൾ ബലാ മുസീബത്തുകളും രോഗങ്ങളും ചില ആളുകൾക്ക് ഇങ്ങനെ തുടരെയായി ചൊരിഞ്ഞിടും. ഇത് വരുമ്പോ അവൻ പറയും, ഫയഹ്മദുല്ലാ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാ ഈ ദിക്ർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പേരിൽ ഇത് കാണുന്ന അത്ഭുതപ്പെടുന്ന മലക്കുകൾ അള്ളാഹിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ അള്ളാഹു പറയും, മലക്കുകളെ വീണ്ടും ചെല്ലണം നിങ്ങൾ എവിടേക്ക്. അല്ലാഹ് ക്രൂരനല്ല, അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹുവിന് സ്നേഹമാണ്. ഈ വിഷമം അനുഭവിക്കുന്ന മനുഷ്യന് നാളെ അള്ളാഹു കൊടുക്കുന്ന പദവി വലുതാണ്. അള്ളാഹു മലക്കുകളോട് പറയും, ഫഇന്നി അഹബ്ബു ഉഹിബ്ബു ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅ സൗതഹു. ഒരു രോഗി അൽഹംദുലില്ലാ എന്ന ദിക്ർ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാ മലക്കുകളെ. എൻ്റെ രോഗി അൽഹംദുലില്ലാ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാ. ഈ ഹദീസ് ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിലുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ച റബ്ബിന്റെ രീതികളൊന്നും നമുക്ക് മനസ്സിലാവൂല, അള്ളാഹിന്റെ രീതികളൊന്നും നമുക്ക് മനസ്സിലാവില്ല. രഹസ്യങ്ങൾ മുഴുവനും അവന്റെ കയ്യിലല്ലേ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്. രഹസ്യങ്ങൾ മുഴുവനും അള്ളാഹിന്റെ കയ്യിലാ, നമുക്കത് അറിയില്ല. അള്ളാഹിന്റെ പ്രവർത്തികളിലെ രഹസ്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. കേട്ടോളൂ ഒരു ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്, ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില ലം യബ്ലുഗ്ഹാ ബിഅമലിഹി ഇല്ല ഇബ്തലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂ ദാവൂദ് സുനനിൽ ഉദ്ധരിക്കുന്നു. എന്താണ് ഈ ഹദീസ് പറഞ്ഞത്? അള്ളാഹു ഒരു മനുഷ്യന് ഒരു പദവി അങ്ങ് തീരുമാനിച്ചു, അവന് ഇഷ്ടപ്പെട്ട ആളാണ്. ഒരു മനുഷ്യൻ അല്ലാഹു അവന്റെ അടുക്കൽ ഒരു വലിയ പദവി സ്വർഗത്തിൽ അങ്ങ് തീരുമാനിച്ചു. അള്ളാഹ്ക്ക് ഇഷ്ടമായിരുന്നു അവനെ. അപ്പൊ ആ പദവി അവൻ നേടണമെങ്കിൽ ഭൂമിയിൽ ഇനി അവൻ ഇബാദത്ത് ചെയ്യണം. അപ്പൊ അവന് ഇബാദത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭൂമിയിലുണ്ട്. അള്ളാഹുവിന് അവൻ എന്തോ, അവന്റെ ഏതൊരു പ്രവൃത്തി, അവന്റെ ചിന്തയെ വർത്താൻ എന്തോ അള്ളാഹ്ക്ക് ഇഷ്ടമായ ഉടനെ തന്നെ അവനെ സ്വർഗത്തിൽ കയറ്റാൻ അള്ളാഹു തീരുമാനിച്ചു. സ്വർഗത്തിലെത്തിയാലും പോരാ, സ്വർഗത്തിൽ വലിയൊരു പദവി തന്നെ കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു. തീരുമാനം നോട്ട് ചെയ്തു, അള്ളാഹു ഖലാക്കി. ഇനി സ്വർഗത്തിലെ ആ പദവിയിൽ, സ്വർഗത്തിലെത്തിയാൽ പോരാ, സ്വർഗത്തിലെ ആ മഹത്തായ പദവിയിലെത്താൻ അവൻ ഇനി ഭൂമിയിൽ അവന്റെ ഇച്ഛാശക്തി കൊണ്ട് ആരാധനകൾ ചെയ്ത് അവൻ അവിടം വരെ എത്തണം. അള്ളാഹുവിനെ നിരീക്ഷിക്കാം. അങ്ങനെ ഇരിക്കുമ്പോ അവൻ ഇബാദത്ത് ചെയ്തതിൽ ഇത്തിരി കുറവ് വന്നു. ആ പദവി അവന് കിട്ടും എന്നുള്ള ഉറപ്പാ. പക്ഷെ ആ കണക്ക് പൂർത്തീകരിച്ച് കൂലി കിട്ടി പ്രതിഫലം കൊണ്ട് അവിടം വരെ എത്താനുള്ളതിൽ അവന്റെ ആയുസ് അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യന് അല്ലാഹു തആല ജീവിതത്തിൽ രോഗങ്ങൾ കൊടുക്കും. അപ്പൊ ഇബാദത്ത് ചെയ്തപ്പോ അവന് കിട്ടിയ കൂലി കൊണ്ട് ആ പദവി കിട്ടൂല. അപ്പൊ വേറെ കൂലി കിട്ടാനുള്ള ഇനി അടുത്ത വകുപ്പ് രോഗം അനുഭവിക്കല. രോഗം അള്ളാഹ് തന്നതാണെന്ന് തോന്നൽ വന്നു കഴിഞ്ഞാൽ രോഗത്തിന് ഭയങ്കര കൂലിയാ. അള്ളാഹു രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ. തന്ന രോഗങ്ങൾക്കും വരുന്ന രോഗങ്ങൾക്കും അള്ളാഹു കൂലി തരട്ടെ. രോഗം അള്ളാഹ് തന്നതാണെന്ന തോന്നലിൽ, ആ നീയത്തിൽ കരുതിയിരുന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പ്രതിഫലം തരും. ആ ഒരു ബോധം അള്ളാഹു നമുക്ക് തരട്ടെ.
അങ്ങനെ ഈ മനുഷ്യനെ അല്ലാഹു തആല പരീക്ഷിക്കും, രോഗം കൊടുത്ത് പരീക്ഷിക്കും. അങ്ങനെ അവൻ ആ പദവി നേടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില ലം യബ്ലുഗ്ഹാ ബിഅമലിഹി. അല്ലാഹു അവന്റെ അടുക്കൽ അവന്റെ ഇഷ്ടപ്പെട്ട അടിമക്ക് ഒരു പദവി രേഖപ്പെടുത്തി. ആ പദവി എത്താൻ വേണ്ടി ഭൂമിയിൽ ഇവൻ അമൽ ചെയ്തിട്ട് ആ പദവിക്കുള്ള അമൽ ആയില്ല എങ്കിൽ, അങ്ങനെ ആവുന്നില്ല എന്ന് കണ്ടാൽ അല്ലാഹു അവന് രോഗം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പൊൻകട്ടി തീയിൽ ഇട്ടുരുക്കി അടിച്ചിടും, ഒരു കച്ചിലേക്ക് കോർത്തു നീട്ടി വലിച്ചിടും. പിന്നീട് പലതും ചെയ്തു ഒടുവിൽ പണ്ടമായി പെണ്ണിനു കെട്ടുമ്പോൾ അതെന്തൊരു ഭംഗിയായി. ഇതുപോലെ ഉന്നതരായ പലരും രോഗമായി കിടക്കുന്നതായി കാണുന്നു കാലം ദീർഘമായി. ദോഷം പൊറുത്തു കൊടുത്തു ശുദ്ധി വരുത്തലായി, എന്നിട്ട് ഉന്നത ദറജയിൽ എത്തിക്കലായി. മഹാനായ തഴവ ഉസ്താദിന്റെ മനോഹരമായ വരികൾ അല്ലാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കട്ടെ. ഒരു പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണമാലയുടെ തിളക്കം, എന്തോ ഒരു മനോഹാരിത! എങ്ങനെ സാധിച്ചടോ ഈ സ്വർണത്തിന് ഇത്ര തിളക്കമേകാനും, ഈ സ്വർണം ഇത്ര മനോഹരമാകാനും? എന്താണ് ഇവിടെ സംഭവിച്ചത്? പൊന്നിന്റെ കട്ടി ഉരുക്കച്ചിലിട്ട് കോർത്ത് വലിച്ചും അടിച്ചു പരത്തിയും ചൂടിൽ കിടന്ന് വെന്തുരുകിയും അനുഭവിച്ച് ഇന്നിതാ ഒരു പെണ്ണിന്റെ കഴുത്തിൽ സുരക്ഷിതമായ വിലപിടിപ്പുള്ള ആഭരണമായി തിളക്കമാർന്ന സൗന്ദര്യം കൊടുക്കുന്നു. ആ മനോഹാരിതയിലേക്ക് എത്താൻ ഒരു സ്വർണം അനുഭവിച്ച പോലെ, സ്വർണക്കെട്ടി അനുഭവിച്ച പോലെ മനുഷ്യ ജീവിതമേ നീ അനുഭവിക്കണമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും രോഗം പ്രതീക്ഷിക്കാം. ഒരു നല്ല സന്തോഷത്തിന്റെ സമയത്താണെങ്കിലും ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാന്മാർ പഠിപ്പിക്കുക. ഹിലിയത്തുൽ ഔലിയായിൽ അബൂ നുഐം തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നതായി സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും പറയുമായിരുന്നു, ലൈസ ബി ഫഖീഹിൻ മല്ലം യഉദ്ദൽ ബലാഅ നിഅമതൻ വറഖാഅ മുസീബ. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ഈ അനുഗ്രഹം ഒരു നാശത്തിനുള്ളതാണെന്ന ബോധമില്ലെങ്കിൽ, ഒരു രോഗം വരുമ്പോൾ, ഒരു വിഷമം വരുമ്പോൾ ഇത് കൂലിയുള്ള അമലാണ് എന്ന ബോധമില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരമില്ലാത്തവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു. അള്ളാഹു മഹാനായ അബൂ നുഐം തന്റെ ഹിലിയയിൽ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹു തആല നമുക്ക് ഇതൊക്കെ ചിന്തിക്കാനുള്ള ബോധം തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ അള്ളാഹു കൂലി തരട്ടെ.